എല്ലാ കൂട്ടുകാർക്കും ഡിസൈനിങ് അൺബോക്സിങ്ങിന്റെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫുഡ് വീഡിയോയുടെ തമ്പനയിലാണ്. ഫുഡ് വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു മിക്സർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോയുടെ തമ്പനയിലാണ്. അപ്പം തമ്പനയിലെ സൈസും കാര്യങ്ങളും സെറ്റ് ചെയ്തതിനു ശേഷം വീഡിയോയിലേക്ക് കിടക്കുക. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നമുക്കിതിനകത്ത് വേണ്ടത് 3 ഇമേജാണ് വേണ്ടത്. 3 ഇമേജാണ് വേണ്ടത്. ഇപ്പം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് ഡ്രോപ്പിലേക്ക് ഒരു ഇമേജാണ്. മിക്സറിൻ്റെ ഒരു ഫോട്ടോയാണ്. അതിന് ബാക്ക് ഡ്രോപ്പിലേക്ക് വരേണ്ട ഒരു ഇമേജാണ്. അതിനുശേഷം ഇതിലേക്ക് 2 ഇമേജും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞ 2 ഇമേജ്. അതിന് രണ്ടിനും ഓരോ സ്ട്രോക്കും കൊടുത്ത് ആഡ് ചെയ്യുക. സെറ്റ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കുക. സ്ട്രോക്കും കൊടുത്തു. വലിയ രീതിയിൽ സ്ട്രോക്ക് കൊടുക്കാതിരിക്കുക. വെറുതെ നമുക്ക് ഈ കാണുന്ന ആൾക്കാർക്ക് ഇത് അരോചകമായി തോന്നാം. അപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിലുള്ള സ്ട്രോക്കോ കാര്യങ്ങളും കൊടുക്കണ്ട. ഒരു ലൈറ്റ് ആയിട്ടുള്ള സ്ട്രോക്ക് കൊടുത്താൽ മതി. നമുക്ക് ആ ഇമേജും കൂടെ അവിടെ അലൈൻ ചെയ്തിട്ട് അതിനും ഒരു സ്ട്രോക്ക് കൊടുക്കാം. ഓക്കെ, അതും സെറ്റ് ആയിട്ടുണ്ട്. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പം ഇതിലേക്കൊരു ബോർഡറാണ് വേണ്ടത്. ബോർഡർ എങ്ങനെയാണ് ചെയ്യുന്നത് നേരത്തെ വീഡിയോയിലും മുമ്പത്തെ വീഡിയോയിലും എല്ലാം നമ്മൾ പറയുന്നുണ്ട്. വളരെ സിമ്പിളാണ്. ഷേപ്പ് സെലക്ട് ചെയ്യുക. നമുക്ക് എത്രയാണ് പോർഷൻ വേണ്ടത് അതും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓപ്പാസിറ്റി കുറയ്ക്കുക. റേഡിയസ് 1-2 കൂട്ടിക്കൊടുക്കുക. അതിനുശേഷം പോയോ ഇല്ല, ആ റേഡിയസ് 1-2 കൂട്ടിക്കൊടുക്കുക. സ്ട്രോക്ക് 1-2 കൂട്ടിക്കൊടുക്കുക. അതിനുശേഷം കളർ ഏതാണ് വേണ്ടത്, നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് വൈറ്റ് കളറാണ്. ആ കളർ ആഡ് ചെയ്തതിനു ശേഷം ഇതൊന്ന് സെൻട്രലൈസ്ഡ് ആയിട്ട് അലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇതിനകത്ത് നമുക്ക് എന്തെല്ലാമാണ് കണ്ടന്റുകൾ വേണ്ടത്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു കേരള നാടൻ മിക്സർ ഉണ്ടാക്കിയാലോ. അപ്പോൾ കേരള നാടൻ മിക്സർ എന്നുള്ളത് ഉറും ഫോണ്ടിൽ കൊടുത്തിട്ട് ഇച്ചിരി, ഞാനിപ്പം റെഗുലറായിട്ട് കൊടുക്കുന്നത് ഉറും ഫോണ്ടാണ്. അപ്പം ആ ആദ്യത്തെ ടൈറ്റിൽ ഇച്ചിരി വലുപ്പത്തിൽ കൊടുക്കുക. സെക്കൻഡ് ടൈറ്റിൽ വരുന്നത് ഉണ്ടാക്കിയാലോ, അത് കുറച്ച് ചെറുതായിട്ട് കൊടുക്കുക. ഓക്കെ, ഈ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കൊടുത്ത ഫോണ്ട് ഉറൂബാണ്. അതിനുശേഷം ഇതിനൊരു ഷാഡോ കൊടുത്തു. ഷാഡോ കൊടുത്തു. ബ്ലർനെസ് കുറച്ചു. ടിക്കിട്ട് -7 ആക്കി കൊടുക്കുക. ഷാഡോയ്ക്ക് ഒരു ബ്ലാക്ക് കളറാണ് വേണ്ടത്. എന്നാലേ കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്നൊരു കണ്ണെത്തത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് കോപ്പി എടുത്തിട്ട് അവിടെ ഉണ്ടാക്കിയാലോ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അലൈൻ ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് കുറേ പൊടിക്കൈകളൊക്കെ ആഡ് ചെയ്യണം. നമുക്ക് ചെറിയ രീതിയിലുള്ള ക്ലിക്ക് ബൈറ്റുകളൊക്കെ ചേർക്കാം. അതെന്ന് പറയുമ്പോൾ 5 മിനിറ്റിൽ ചെയ്യുന്ന റെസിപ്പി മിക്ക ആൾക്കാരും അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിൻ്റെയോ അല്ലെങ്കിൽ 15 മിനിറ്റിൻ്റെയോ വീഡിയോ കാണാനല്ല വരുന്നത്. കൂടിപ്പോയാൽ ഒരു ചെറിയ സമയത്ത് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന വീഡിയോസാണ് കൂടുതലും കാണുക. അപ്പം ചെയ്യണം 5 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഓക്കെ, ഇതൊരു കേരള നാടൻ മിക്സർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത് എത്ര സമയം കൊണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. പിന്നെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും കൊടുത്ത് സെറ്റാക്കിയ ഒരു കിടിലൻ തമ്പനയിലായി. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമുമായി. അപ്പോൾ ഈ ഫോണ്ടുകളും എങ്ങനെയൊക്കെയാണെന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തതാണ്. അപ്പം അതൊക്കെ പോയി ഒന്ന് കാണുക. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി. അപ്പം നമുക്ക് അടുത്തൊരു കിടുക്കാച്ചി തമ്പനയിൽ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് കാണാം.